തൃശ്ശൂരിൽ നിന്നും മലയാള സിനിമയിലേക്ക് വലതുകാൽ വെച്ച് നടന്നു കയറി തന്റേതായ ഇടം കുറിച്ചിടുകയാണ് സുനിൽ സുഗത എന്ന തൃശ്ശൂർക്കാരൻ. ബെസ്റ്റ് ആക്ടറിലൂടെ സിനിമയിലെത്തി, ചാപ്പാക്കുരിശിലൂടെ ശ്രദ്ധ നേടി, ഇപ്പോൾ ജവാൻ ഓഫ് വെള്ളിമലയിൽ മനോഹരമായ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്ന സുനിൽ സുഗതയാണ് ഇന്ന് തൃശ്ശൂർ മാഗസിനിൽ അതിഥിയായി എത്തുന്നത്. സ്വാഗതം സുനിൽ സുഗത തൃശ്ശൂരി മാഗസിനിലേക്ക്. താങ്ക് യു. ചാപ്പാക്കുരിശിലൂടെ ശ്രദ്ധിക്കപ്പെട്ട താങ്കൾ ഇപ്പോൾ ജവാൻ ഓഫ് വെള്ളിമല എന്ന ചിത്രത്തിലും മനോഹരമായ ഒരു ക്യാരക്ടർ റോളാണ് ചെയ്തിരിക്കുന്നത്. ആദ്യമേ അഭിനന്ദനങ്ങൾ നേരുന്നു ഒരു തൃശ്ശൂർക്കാരൻ എന്ന നിലയിൽ. എങ്ങനെയായിരുന്നു സിനിമയിലേക്കുള്ള താങ്കളുടെ എൻട്രി? ചാപ്പാക്കുരിശിന് മുമ്പ് എൻ്റെ ആദ്യത്തെ സിനിമ ചാപ്പാക്കുരിശല്ല, അതിന് മുമ്പ് ബെസ്റ്റ് ആക്ടർ എന്ന സിനിമയിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു ചെറിയൊരു വേഷം, ഒരു ചായക്കടക്കാരൻ്റെ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. അതൊരു ഞങ്ങൾ ചെയ്തിരുന്ന ഒരു സ്പൈനൽ കോഡ് എന്നൊരു നാടകം എറണാകുളത്ത് നടക്കുകയായിരുന്നു. ആ സമയത്താണ് അതിൻ്റെ ബെസ്റ്റ് ആക്ടറിൻ്റെ സംവിധായകനായ ശ്രീ മാർട്ടിൻ പ്രക്കാട്ട് അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയിലേക്ക് വേണ്ടി നടീനടന്മാരെ തിരഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. അദ്ദേഹം ആ നാടകം കാണാനിടയാകുകയും അതിൽ നിന്ന് ഞങ്ങൾ 2-3 പേരെ സെലക്ട് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ചു കാലം ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ചാപ്പാക്കുരിശ് എന്ന് പറയുന്ന ഈ സിനിമ ത്രൂ ഔട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ടുള്ള ചാപ്പാക്കുരിശ് വന്നത്. എങ്ങനെയായിരുന്നു ജവാൻ ഓഫ് വെള്ളിമലയിലെ ഷൂട്ടിംഗ് അനുഭവങ്ങൾ? ബെസ്റ്റ് ആക്ടറിലും അതുപോലെ തന്നെ താപ്പാനയിലും ഉള്ള മമ്മൂട്ടിയോടൊപ്പമുള്ള സീനുകളേക്കാൾ കൂടുതൽ കോമ്പിനേഷൻ സീനുകൾ വന്നിട്ടുള്ളത് ജവാൻ ഓഫ് വെള്ളിമലയിലാണ്. എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവങ്ങൾ? ഞാൻ പറഞ്ഞില്ല, എൻ്റെ ആദ്യത്തെ സമയം ബെസ്റ്റ് ആക്ടറിൽ തന്നെ എൻ്റെ ആദ്യത്തെ സീൻ തന്നെ മമ്മൂക്കടൊപ്പമുള്ള ഒരു സീനായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ ഈ താപ്പാന എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിരുന്നു. താപ്പാനയിൽ വളരെ ചെറിയൊരു 2 സീനിൽ വരുന്നൊരു ക്യാരക്ടറാണ്. അതിൽ കുറച്ചൊരു ഫണ്ണി ആയിട്ടുള്ളൊരു ക്യാരക്ടർ, ഒരു ഇൻസ്പെക്ടറായിട്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ മമ്മൂക്കായിട്ട് നല്ലൊരു റപ്പം ഉണ്ടായി. അപ്പോൾ പുള്ളി നമ്മൾ കാര്യങ്ങൾ ചോദിക്കുകയും ഒക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് അദ്ദേഹം തന്നെ നിർമ്മാതാവായ പ്ലേ ഹൗസ് നിർമ്മിച്ച സിനിമയാണ് ഈ ജവാൻ ഓഫ് വെള്ളിമല. അപ്പോൾ മമ്മൂക്ക തന്നെ റെക്കമെൻഡ് ചെയ്തു, അദ്ദേഹം എന്നോട് പേഴ്സണലി പറയുകയും ചെയ്തു. അപ്പോൾ അത്തരം ശ്രീ മമ്മൂക്കേനൊരു മുൻകൈ എടുത്തിട്ട് ചെയ്തൊരു എന്നെ വിളിക്കുകയായിരുന്നു ഇതിലേക്ക് വേണ്ടിയിട്ട്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് ഒരു സപ്പോർട്ടിങ് ഒരു ആക്ടർ, ഒരു പുതിയ അത്ര ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഫീൽഡിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത എന്നെ പോലത്തെ ഒരു ആക്ടർക്ക് അതേപോലത്തെ ഒരു സീനിയർ ആക്ടറൊപ്പം വർക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു ചെറിയ അങ്കലാപ്പൊക്കെ അദ്ദേഹം യാതൊരു തരത്തിലുള്ള ടെൻഷനും ഇല്ലാതെ വളരെ മനോഹരമായിട്ട് വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു പെരുമാറ്റമാണ് മമ്മൂക്കയുടെ സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നത്. തീർച്ചയായിട്ടും മമ്മൂട്ടിയെ പോലുള്ള ഒരു വലിയ നടൻ്റെ സപ്പോർട്ട് താങ്കളെപ്പോലുള്ളവർക്ക് ഗുണകരമാകും എന്ന് പ്രതീക്ഷിക്കുന്നില്ലേ? തീർച്ചയായിട്ടും. നാടകങ്ങളിലെ അനുഭവ സമ്പത്ത് താങ്കളെ എത്രമാത്രം സിനിമയിൽ സഹായിച്ചിട്ടുണ്ട്? പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ രംഗചേതന നാടക സമിതിയിൽ താങ്കൾ ഏറെക്കാലം പ്രവർത്തിച്ചിരുന്നു. ആ ഒരു രംഗചേതനയുടെ അനുഭവങ്ങൾ എത്രമാത്രം സിനിമയിൽ സഹായിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും എൻ്റെ ഈ തിയേറ്റർ എക്സ്പീരിയൻസ്, അതായത് നാടകരംഗത്തുള്ള എൻ്റെ ഒരു പരിചയം, ഒരു അനുഭവം ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നെ സിനിമയിൽ. കാരണം നമ്മളൊരു വലിയൊരു ഒരു ലൈവ് ഓഡിയൻസിൻ്റെ മുമ്പ് കുറച്ചു കാലം പെർഫോം ചെയ്തിട്ടുള്ളൊരു കിട്ടുന്ന നമുക്കൊരു അനുഭവം, അത് തീർച്ചയായിട്ടും ഒരു ക്യാമറ മുമ്പിലെത്തുമ്പോൾ നമുക്കൊരു മുതൽക്കൂട്ടാണ്. അഭിനയം കുറച്ച് വ്യത്യസ്തമാണെങ്കിലും അതിൽ നിന്ന് നമുക്ക് ഈ നാടകത്തിൽ രംഗത്ത് നിന്ന് കിട്ടിയ അനുഭവങ്ങൾ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. രംഗചേതനയായിട്ട് എനിക്ക് ഒരുപാട് കാലത്ത് ഒന്നുണ്ട്. ഞാൻ രംഗചേതന ഒരു 10-12 കൊല്ലം മുമ്പ് സൺഡേ തിയേറ്റർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം തുടങ്ങിയിരുന്നു. അതായത് ഞായറാഴ്ചകളിൽ നാടകത്തോട് താല്പര്യമുള്ള ആളുകൾ ഒത്തുകൂടുകയും നാടകമായ സംബന്ധിയായ പ്രായോഗിക പഠനങ്ങളും അതിൻ്റെ തിയററ്റിക്കൽ ക്ലാസ്സൊക്കെ ആയിട്ടുള്ള ശ്രീ വയലാ വാസുദേവൻ പിള്ള സാറിൻ്റെ നേതൃത്വത്തിൽ ഒരു സൺഡേ തിയേറ്റർ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ വളരെ സജീവമായി ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. രംഗചേതൻ്റെ പ്രൊഡക്ഷനുകളിൽ ഒരുപാട് പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും നാടകരംഗത്തുള്ള ഞാൻ പറഞ്ഞല്ലോ, ഒരു നാടകത്തിൽ കൂടിയാണ് ഞാൻ ഈ സിനിമയിലേക്ക് ആദ്യം എത്തിപ്പെടുന്നത് തന്നെ. അതൊരു ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട് നാടകരംഗത്തിൽ. ഒരു ചോദ്യം കൂടി, ഏതൊക്കെ പ്രോജക്റ്റുകളാണ് ഇപ്പോൾ പൂർത്തിയായി ഇറങ്ങാനിരിക്കുന്നത്? അതുപോലെ തന്നെ ഏതൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇനി ഞാനിപ്പോൾ ഓൾറെഡി കഴിഞ്ഞ സിനിമകൾ 101 വെഡ്ഡിങ്സ് എന്ന് പറയുന്നൊരു സിനിമയാണ് ഷാഫിയുടെ. പിന്നെ തൃശ്ശൂർ തന്നെയുള്ള കെ ബി വേണു സംവിധാനം ചെയ്ത ഓഗസ്റ്റ് ക്ലബ് എന്നൊരു സിനിമ ഉണ്ട്. പിന്നെ ഇഡിയറ്റ്സ്, സംഗീത് ശിവൻ നിർമ്മിച്ച അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് സംവിധാനം ചെയ്ത ഇഡിയറ്റ്സ് എന്ന് പറയുന്ന ഒരു സിനിമ. ഇതൊക്കെ പൂർത്തിയായിരിക്കുന്ന സിനിമ. ഇപ്പോൾ ഇനി ചെയ്തുകൊണ്ടിരിക്കുന്ന 2 സിനിമകളാണ്. ഒന്ന് ശ്രീ ലാലിൻ്റെ അസോസിയേറ്റ് ആയിരുന്ന ബോസ് സംവിധാനം ചെയ്ത ഐസക് ന്യൂട്ടൻ എന്ന സിനിമയും ലിജു ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്യുന്ന ആമേൻ എന്ന ചിത്രമാണ്. വളരെ നന്ദി ശ്രീ സുനിൽ സുഗത തൃശ്ശൂരി മാഗസിനിൽ അതിഥിയായി എത്തിയതിന്. തീർച്ചയായും ഒരുപാട് നല്ല മികച്ച കഥാപാത്രങ്ങൾ താങ്കളെ തേടിയെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി. നന്ദി.